മക്കളെ, നിങ്ങളെ ഏവരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു ടോപ്പിക്കാണ് ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഒറ്റ മിനിറ്റിൽ പഠിച്ചു പോകാം. ബ്ലഡ് ഗ്രൂപ്പിംഗ് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. AB ബ്ലഡ് ഗ്രൂപ്പിംഗ് ആൻഡ് RH ബ്ലഡ് ഗ്രൂപ്പിംഗ്. ABO ആന്റിജൻ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ RH ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ D ആന്റിജൻ ഉണ്ട് എങ്കിലാണ്. D ആന്റിജൻ ഉണ്ട് എങ്കിൽ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ്. D ആന്റിജൻ ഇല്ല എങ്കിൽ അത് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ്. ഇനി ABOയിലേക്ക് വരുമ്പോൾ നമ്മുടെ ബ്ലഡിലെ RBCയിൽ ഏത് ആന്റിജൻ ആണോ അതാണ് ആ ബ്ലഡ് ഗ്രൂപ്പ്. A ആന്റിജൻ ആണെങ്കിൽ അത് A ബ്ലഡ് ഗ്രൂപ്പ്, B ആന്റിജൻ ആണെങ്കിൽ അത് B ബ്ലഡ് ഗ്രൂപ്പ്, എയും ബിയും ആന്റിജൻ ആണെങ്കിൽ അത് AB ബ്ലഡ് ഗ്രൂപ്പ്. ഇനി ഒരു ആന്റിജനും ഇല്ല എങ്കിൽ അത് O ബ്ലഡ് ഗ്രൂപ്പ് ആണ്. ഇനി ഇതേപോലെ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ ആന്റിബോഡീസ് പഠിച്ചാൽ മതി. അതിന് ഏറ്റവും നല്ലതാണ് ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, A എന്ന് പറയുന്നത് ആന്റിജൻ ആണെങ്കിൽ നമ്മുടെ ആന്റിബോഡി ആന്റി ബി ആയിരിക്കും വരിക. ബി ആണ് ആന്റിജൻ എങ്കിൽ ആന്റി എ ആണ് വരിക. എയും ബിയും ആണ് ആന്റിജൻ എങ്കിൽ അവിടെ ഒരു ആന്റിബോഡീസും ഇല്ല. ഓയിലും ഒരു ആന്റിജനും ഇല്ല, പക്ഷെ ആന്റിബോഡി രണ്ടെണ്ണം ഉണ്ട്. ഇനി കൊടുക്കൽ വാങ്ങൽ പഠിക്കാൻ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഇതാ, ഇവിടെ നോക്കിക്കോ. എ എന്ന് പറയുന്നത് ഇവിടെ ആദ്യം AB എന്ന് പറയുന്ന ആൾക്ക് അവിടെ രണ്ട് ആന്റിജൻ ഉള്ളത് കൊണ്ട് അവർ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആണ്. ആരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും. O എന്ന് പറഞ്ഞാലോ അവർ യൂണിവേഴ്സൽ ഡോണർ ആണ്. അവർക്ക് ആർക്ക് വേണമെങ്കിലും ബ്ലഡ് കൊടുക്കാനും പറ്റും. ഇത് രണ്ടും പഠിച്ചാൽ ബാക്കി സിമ്പിൾ ആണ്. A എന്നൊരാൾക്ക് Aക്ക് തന്നെ കൊടുക്കാം, B എന്നൊരാൾക്ക് Bക്ക് കൊടുക്കാം, O എന്നൊരാൾക്ക് Oയ്ക്കും കൊടുക്കാം, AB ആൾക്ക് അവർക്ക് തന്നെ കൊടുക്കാൻ പറ്റും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ A എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിന് Bക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. B എന്ന് പറയുന്നത് Aക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇനി A എന്ന് പറയുന്നത് Oയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. B എന്ന് പറയുന്നത് Oയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. നേരെ മറിച്ച് അങ്ങോട്ട് കൊടുക്കാം. നേരെ മറിച്ച് A ABക്കും കൊടുക്കാം, B ABക്കും കൊടുക്കാം. ഇത് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ ഒരു ടേബിൾ മിസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരൊറ്റ ടേബിൾ എക്സാമിന് മുന്നേ പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. സോ ഓൾ ദി ബെസ്റ്റ്.